ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഇന്നെന്ന് പറഞ്ഞാൽ ഇത് 20-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മദീനത്തേക്ക് സിയാറത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ 20-ാം തീയതി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കണ്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ഇവിടുന്ന് റൂമിൽ നിന്ന് കാറിലാണ് കേട്ടോ പോണത്. പിന്നെ അവിടെ ചെന്നിട്ട് ബസ്സിനാണ് കേട്ടോ. കുറച്ച് ഇവിടുന്ന് പോവണം, അവിടെ ബസ് അവിടെ നിന്നാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുവരെ വണ്ടിക്ക് പോകണം. അപ്പോൾ ബസ് നിറച്ച് സിയാറത്ത് കൊണ്ടുപോകുന്ന ടീമിൻ്റെ ഒപ്പമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ, ബസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അതാ നമ്മളെ അതിന് ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് ആൾക്കാരൊക്കെ വരാണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അവരെ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ തന്നെ നിന്നിട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് കഴിഞ്ഞ് ഞങ്ങളിതാ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് പോവാണ് ഇവിടുന്ന്. അങ്ങനെ നമ്മൾ മോളൂസൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. ഓൽക്കൊന്നും ഉറക്കന്നല്ല കേട്ടോ, ഓലൊക്കെ ഉറക്കം കുറവാണ്. അങ്ങനെ പിന്നെ കുറച്ച് അവിടെ നിന്ന് പോന്നിട്ട് പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ടോ. എന്നിട്ടാണ് കേട്ടോ ഇശാ നിസ്കരിച്ചത്. അവിടെ നിന്ന് ഇശാ നിസ്കരിച്ചിട്ടൊന്നുമില്ല, അവിടെ നിസ്കാര സൗകര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് പുറത്ത് പോന്നിട്ട് സ്ത്രീകൾക്കും എല്ലാവർക്കും നിസ്കരിച്ചാൻ പറ്റുന്ന ഒരു ഏരിയ ഒക്കെ വേണമല്ലോ. അപ്പോൾ പിന്നെ അവിടെ നിർത്തി നിസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ചിട്ടുണ്ടവർക്ക് ചായ കുടിച്ചിട്ടൊക്കെ ഇനി പോവാൻ ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ വണ്ടിക്ക് വന്നിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരികളും മിഠായിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് മിഠായികളും വെള്ളവും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ കുറച്ച് കഴിഞ്ഞ് അവർ ഇരുന്ന് മുഷിയുമ്പോൾ അവർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എടുത്തു കൊടുക്കാൻ കരുതിയിട്ടാണ്. അങ്ങനെ അവൾ നല്ല കളിയിലാണ് കേട്ടോ. നമ്മൾ അതിന് മോളൂസ് ഉണ്ടായിന് കേട്ടോ കൂടെ. ഓളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം അടങ്ങി നിൽക്കണ്. ഇപ്പോൾ അത് നമ്മളെ മോളൂസിന് വണ്ടിയിൽ നിന്ന് ഒരു കാക്കൂനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാൾ ഭയങ്കര പരിചയമായി, ഒരു നല്ല കളിയായിന് കേട്ടോ. അപ്പോൾ ഓൾക്ക് നല്ലോണം പറ്റിയിരിക്കണ്, ഓനിക്കും അങ്ങനെ തന്നെ കേട്ടോ, നല്ലോണം പറ്റിയിരിക്കണ് കേട്ടോ അതിന് മോളെ. അപ്പോൾ രണ്ടാളും നല്ല കളിയായിന് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടായിയൊക്കെ ഷെയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ നല്ല കമ്പനി ആയിന് കേട്ടോ. അങ്ങനെ അതായതുകൊണ്ട് നല്ല കളിയിലായതുകൊണ്ട് വലിയ ബോറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വണ്ടിയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മളെ കൂബ പള്ളി, നമ്മളെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ കിബില എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയപ്പോൾ അവിടെ ഒട്ടകം അവിടെയാണ് മുട്ടുകുത്തിയത്. കുറേ സ്വഹാബികൾ ക്ഷണിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഒട്ടകത്തിനെ വിട്ടിട്ട് ഒട്ടകം എവിടെ മുട്ടുകുത്തിന് വെച്ചാൽ അവിടെ ഇറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഒട്ടകത്തിനെ വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് ആ ചരിത്രമൊക്കെ അറിയാം. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയേക്കാരം. അപ്പം ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പള്ളിയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ആ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോയപ്പോൾ ആദ്യം തന്നെ ഇവിടെയാണ് കേട്ടോ ഇറങ്ങിയത്, പോണ വഴിക്ക് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ രാത്രിയാണ് കേട്ടോ. ഞങ്ങൾക്കത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് പരമ്പരകൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അന്നേ ഏൽപ്പിച്ചൊരു വീടായിരുന്നു അത്. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒട്ടകത്തെ ഒഴിവാക്കൂ, അതിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹാബി അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുറ്റത്താണ് ഒട്ടകം മുട്ടിച്ചത്. അന്ന് ഇവിടെ മറ്റു സഹാബികളുടെ വീടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു മാർഗം ഉണ്ടോ കണ്ടില്ലേ? ഈ മാർഗം وهذا مكان بئر فتى
جلس النبي صلى الله عليه وسلم في هذا المكان. അങ്ങനെ ഞങ്ങളപ്പല്ല ഉസ്താദ് ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് കേട്ടോ കൊണ്ടുപോകണത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പം അതിൻ്റെ അടുത്തൊരു കിണറൊക്കെ ഉണ്ടായിനി. അപ്പം അതിനെ പറ്റിയുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം അവിടെ കിണറായിട്ടൊന്നുമില്ല, അവിടെ ജസ്റ്റ് ഒരു അടയാളം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് 2 റക്അത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പോരുന്നത്. അങ്ങനെ ഞങ്ങൾ ഗാനങ്ങളൊക്കെ പാടി അങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ അവിടുന്ന്. ഇന്ന് സിയാറത്തും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ നേരെ റൂമൊക്കെ നേരം വെളുക്കാനായിട്ടുണ്ട് കേട്ടോ, ശരിക്ക് പലച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല ഇനി. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം. അങ്ങനെ റൂമിലൊക്കെ വന്ന് ഒന്ന് കുറച്ച് നേരമൊക്കെ കുഴക്കമൊക്കെ മാറിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മദീനത്തെ പള്ളിക്ക് പോണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അസ്സലാമു അലൈക്കും.